Dear friends, today's topic is selective inventory control techniques. Number of techniques are available for inventory control. In this video, we will discuss about ABC analysis and VED analysis. These are the two major techniques of inventory control. First of all, ABC analysis, that is always better control or alphabetic control. ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുന്ന ടെക്നിക്കുകളിൽ പ്രധാനപ്പെട്ടതാണ് ABC അനാലിസിസ്. എന്താണ് ABC അനാലിസിസ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് പോപ്പുലർ ടെക്നിക് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. സ്റ്റോക്ക് കൺട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ളതും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതുമായ ഒരു ടെക്നിക്കാണ് ABC അനാലിസിസ്. ഇവിടെ സ്റ്റോക്ക് കൺട്രോൾ സാധ്യമാക്കുന്നത് എങ്ങനെയാണ്? Under ABC analysis, all materials are classified into three categories: A category, B category and C category according to value. മെറ്റീരിയൽസിൻ്റെ വാല്യൂ അനുസരിച്ച് മൂന്ന് കാറ്റഗറിയായി തിരിക്കുന്നു: A category, B category, C category. Category A includes high value materials, that is costlier materials. കാറ്റഗറി എയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വില കൂടിയ മെറ്റീരിയലാണ്, കോസ്റ്റ്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ്. കാറ്റഗറി ബി ഇൻക്ലൂഡ്സ് മീഡിയം ഓർ മോഡറേറ്റ് വാല്യൂ മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി മെറ്റീരിയൽസ്. കാറ്റഗറി സി ഇൻക്ലൂഡ്സ് ലോവർ വാല്യൂ മെറ്റീരിയൽ, ദാറ്റ് ഈസ് ലീസ്റ്റ് കോസ്റ്റ്ലി മെറ്റീരിയൽസ്. ഇങ്ങനെ വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകളെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു: കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി. കാറ്റഗറി എയിൽ ഏറ്റവും വാല്യൂ ഉള്ള മെറ്റീരിയൽസ്, വളരെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ്. കാറ്റഗറി ബിയിൽ ഒരു മീഡിയം കോസ്റ്റ് വരുന്ന വാല്യൂ ഉള്ള മെറ്റീരിയൽസ്. എന്നാൽ കാറ്റഗറി സിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ലീസ്റ്റ് കോസ്റ്റ്ലി മെറ്റീരിയൽസ് ആണ്. ചിലവ് വളരെ കുറഞ്ഞ മെറ്റീരിയൽസ്, വാല്യൂ കുറഞ്ഞ മെറ്റീരിയൽസ്. റിലേറ്റീവ്ലി അത്തരം മെറ്റീരിയൽസിൻ്റെ വാല്യൂ വളരെ കുറവാണ്. ഇങ്ങനെ തരംതിരിച്ചുകൊണ്ട് മെറ്റീരിയൽസിൻ്റെ കൺട്രോൾ സാധ്യമാക്കുന്നു. എങ്ങനെ? അക്കോർഡിംഗ് ടു ദിസ് ടെക്നിക്, എ ഗ്രേറ്റർ ഓർ സ്ട്രിക്റ്റ് കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ഓവർ കാറ്റഗറി എ മെറ്റീരിയൽസ്. എ മോഡറേറ്റ് കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ഓവർ കാറ്റഗറി ബി മെറ്റീരിയൽസ് and relatively lesser degree of control over category C materials. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്. കാറ്റഗറി എ മെറ്റീരിയൽസിന് സ്ട്രിക്റ്റ് കൺട്രോൾ, ഒരു മോഡറേറ്റ് കൺട്രോളാണ് കാറ്റഗറി ബി മെറ്റീരിയൽസ്. കാറ്റഗറി സി മെറ്റീരിയൽസിന് ലെസ്സർ കൺട്രോൾ. കാരണം വില കൂടിയ മെറ്റീരിയൽസ് സ്ട്രിക്റ്റ് കൺട്രോൾ. ഓക്കെ, അതിന് ലീക്കേജോ ഷോർട്ടേജോ വന്നു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. കൂടുതൽ നഷ്ടം ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വില കൂടിയ മെറ്റീരിയൽസിന് കൂടുതൽ സ്ട്രിക്റ്റ് കൺട്രോൾ, മോഡറേറ്റ് കൺട്രോള് അതിൽ വില കുറഞ്ഞ മെറ്റീരിയൽസ്. റിലേറ്റീവ്ലി ലെസ്സർ കൺട്രോളാണ് ഏറ്റവും വില കുറഞ്ഞ മെറ്റീരിയൽസിന് നൽകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ABC അനാലിസിസ് ഇസ് ആൻ അനലിറ്റിക്കൽ ടെക്നിക് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ദാറ്റ് ഡിവൈഡ്സ് മെറ്റീരിയൽസ് ഇൻടു ത്രീ കാറ്റഗറീസ് ആൻഡ് യൂസസ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് കൺട്രോൾ ഓവർ ഈച്ച് കാറ്റഗറി. ഒരു അനലിറ്റിക്കൽ ടെക്നിക്കാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം മെറ്റീരിയൽസിനെ മൂന്നായി തിരിക്കുകയും
ഏറ്റവും വില കൂടിയ മെറ്റീരിയൽസിന് കൂടുതൽ കൺട്രോൾ സാധ്യമാക്കുകയും ആൻഡ് സോ ഓൺ അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ABC അനാലിസിസിനെ അനലിറ്റിക്കൽ ടെക്നിക്കാണെന്ന് പറയാം. ഓക്കെ, ഇത് യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ്റെ ഭാഗമാണ്. എല്ലാത്തിനെയും ഈക്വൽ കൺട്രോൾ ചെയ്യാതെ കൺട്രോൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം കൺട്രോൾ ഉറപ്പുവരുത്തുന്നു. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. MBE എന്ന് പറയാറുണ്ടല്ലോ, ആ ഒരു സിസ്റ്റമാണ് ABC അനാലിസിസ് നടക്കുന്നത്. ഇവിടെ കാറ്റഗറി A മെറ്റീരിയൽസ് എണ്ണത്തിൽ കുറവായിരിക്കും, എന്നാൽ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, ടോട്ടലി ഒരു 100 ഐറ്റമാണ് സ്ഥാപനത്തിൽ ഉള്ളതെങ്കിൽ കാറ്റഗറി A മെറ്റീരിയൽസ് ഒരു 10 ഐറ്റംസ് മാത്രമേ ഉണ്ടാവൂ, 10-1 മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒരു 70% വാല്യൂ ഉണ്ടാവും. ഓക്കെ, അത്തരം മെറ്റീരിയൽസാണ് കാറ്റഗറി എയിൽ വരുന്നത്. എന്നാൽ കാറ്റഗറി ബിയിൽ വരുന്നത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ്, എണ്ണം തീരെ കുറവുമല്ല എന്നാൽ വല്ലാതെ ഇല്ല, വാല്യൂം അതേപോലെ ഒരു മോഡറേറ്റ്. അതായത് 100 ഐറ്റംസാണ് ഉള്ളതെങ്കിൽ ഒരു 20 എണ്ണം കാറ്റഗറി ബി മെറ്റീരിയൽസ്, അതിൻ്റെ വാല്യൂ 25%. ഓക്കെ, സി മെറ്റീരിയൽസ് ആണെങ്കിൽ എണ്ണം വളരെ കൂടുതലാണ് എന്നാൽ വാല്യൂ കുറവാണ്, ഒരു 70 എണ്ണമൊക്കെ ഉണ്ടാവും, എന്നാൽ വാല്യൂ ഒരു 5% ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ രൂപത്തിലാണ് കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി എന്ന് ടോട്ടൽ മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആൻഡ് ദെർബൈ സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ ഈസ് അപ്ലൈഡ്. ഓക്കെ, ഇതാണ് ABC അനാലിസിസ് എന്ന ടെക്നിക്ക്. ഈ ടെക്നിക്കിനെ പാരറ്റോ അനാലിസിസ് എന്നുകൂടെ അറിയപ്പെടാറുണ്ട്. ഈ ഒരു ടെക്നിക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജനറൽ ഇലക്ട്രിക് കമ്പനി USA ജനറൽ ഇലക്ട്രിക് കമ്പനിയാണ് ഈ ഒരു ടെക്നിക്ക് ആദ്യമായി യൂസ് ചെയ്തത്. ഓക്കെ, പാരറ്റോ അനാലിസിസ് എന്നുള്ള മറ്റൊരു പേരിൽ കൂടെ ABC അനാലിസിസ് ടെക്നിക്ക് അറിയപ്പെടുന്നു. ഓൾവേസ് ബെറ്റർ കൺട്രോൾ അല്ലെങ്കിൽ ആൽഫബറ്റിക് കൺട്രോൾ എന്നൊക്കെ പറയപ്പെടാറുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് VED അനാലിസിസ്. വാട്ട് ഈസ് VED അനാലിസിസ്? This technique of material control is used for control of spare parts. സ്പെയർ പാർട്സിൻ്റെ കൺട്രോളുമായി ബന്ധപ്പെട്ട ടെക്നിക്കാണ് VED അനാലിസിസ്. സ്പെയർ പാർട്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ നേരത്തെ ABC അനാലിസിസിൽ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തതുപോലെ സ്പെയർ പാർട്സിനെയാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. ദാറ്റ് ഈസ് VED. V ഫോർ വൈറ്റൽ, E ഫോർ എസെൻഷ്യൽ, D ഫോർ ഡിസൈറബിൾ. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് സ്പെയർ പാർട്സിൻ്റെ കൺട്രോള് സാധ്യമാക്കുന്നു. അത് മെറ്റീരിയൽസ് ആണല്ലോ സ്പെയർ പാർട്സ്. ഓയിൽസ്, ലൂബ്രിക്കൻസ് ഒക്കെ പോലെയുള്ള സ്പെയർ പാർട്സുകൾ ഉണ്ടാവില്ലേ, അത്തരം സ്പെയർ പാർട്സുകൾ അതിൻ്റെ കൺട്രോൾ സാധ്യമാക്കാനുള്ള ടെക്നിക്കാണ് VED അനാലിസിസ്. വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ. വൈറ്റൽ സ്പെയർ പാർട്സ് ആർ ദോസ് വിച്ച് ആർ വെരി ക്രിറ്റിക്കൽ ഫോർ പ്രൊഡക്ഷൻ. If these are out of stock, it will lead to immediate production stoppage and heavy production loss. വൈറ്റൽ സ്പെയർ പാർട്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിറ്റിക്കലാണ്. അത്തരം ഐറ്റംസിൻ്റെ അഭാവത്തിൽ പ്രൊഡക്ഷൻ തന്നെ സ്റ്റോപ്പായി പോകാൻ സാധ്യതയുണ്ട്.
ഹെവി പ്രൊഡക്ഷൻ ലോസും സംഭവിച്ചേക്കാം. അതുകൊണ്ട് അത്തരം മെറ്റീരിയൽസിനെ, അത്തരം സ്പെയർ പാർട്സിനെ നന്നായി കൺട്രോൾ ചെയ്യുക. ദീസ് ആർ വൈറ്റൽസ്. ഓക്കെ. ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ദ ഫാക്ടറി, സ്ഥാപനത്തിൻ്റെ പ്രകൃതമനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചില സ്ഥാപനങ്ങളിൽ ചില സ്പെയർ പാർട്സ് വൈറ്റലായിരിക്കും, ചില സ്ഥലങ്ങളിൽ ചില പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മറ്റൊന്നായിരിക്കും വൈറ്റൽ. അപ്പോൾ ഐറ്റംസിൻ്റെ ഉദാഹരണങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ല. വൈറ്റൽ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ അത്തരം സ്പെയർ പാർട്സ് വളരെ ക്രിറ്റിക്കലാണ്. അത് സ്ഥാപനത്തിലില്ല എങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പായി പോകാൻ വരെ സാധ്യതയുണ്ട്, വലിയ നഷ്ടം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത്തരം സ്പെയർ പാർട്സുകളാണ് വൈറ്റൽ സ്പെയർ പാർട്സ്, വൈറ്റൽ എന്ന കാറ്റഗറിയിൽ പെടുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് എസെൻഷ്യൽ സ്പെയർസ്. എസെൻഷ്യൽ സ്പെയർസ് ആർ ദോസ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വിത്തൗട്ട് ദീസ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഡൺ ഓൺലി ഫോർ ഫ്യൂ അവേഴ്സ് ഓർ എ ഡേ. If they are out of stock for a long period, production will stop. അങ്ങനെയുള്ള ഐറ്റംസാണ് എസെൻഷ്യൽ സ്പെയർ പാർട്സ്. എസെൻഷ്യൽ സ്പെയർ പാർട്സും പ്രധാനപ്പെട്ടത് തന്നെയാണ്. സ്ഥാപനത്തിൽ വേണം, സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. എങ്കിലും മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 ദിവസം ഒക്കെ ഇതില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി കുറേ നാളത്തേക്കില്ലാതെ ആയാലോ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ആ രൂപത്തിലുള്ള പാർട്സ്, സ്പെയർ പാർട്സ്, അതാണ് എസെൻഷ്യൽ കാറ്റഗറിയിൽ പെടുന്നത്. ഇനി ഡിസൈറബിൾ എന്ന് പറഞ്ഞാലോ, ഡിസൈറബിൾ സ്പെയർസ് ആർ ദോസ് വിച്ച് ആർ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ but factory can manage without them for some time. ഡിസൈറബിൾ സ്പെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡക്ഷൻ ആവശ്യമൊക്കെ തന്നെയാണ്, എങ്കിലും അഥവാ അത്തരം ഐറ്റംസ് ഇല്ലാതെ വന്നാൽ അതിൻ്റെ അഭാവത്തിൽ സ്ഥാപനത്തിന് മാനേജ് ചെയ്യാനും അതേപോലെ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. എങ്കിലും വേണം, അത്തരത്തിലുള്ള ഐറ്റംസാണ് ഡിസൈറബിൾ സ്പെയർ പാർട്സ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെയർ പാർട്സുകൾ വൈറ്റൽ എന്ന കാറ്റഗറിയിലും പിന്നെ അല്പസമയത്തേക്ക് ഇല്ലാതായാൽ പ്രയാസമില്ലാത്ത, എന്നാൽ കൂടുതൽ കാലത്തേക്ക് ലഭിച്ചില്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പായി പോകുന്ന തരത്തിലുള്ള ഐറ്റംസ് എസെൻഷ്യൽ കാറ്റഗറിയിലും, ഇല്ലാതെ മാനേജ് ചെയ്യാൻ സാധിക്കുന്ന സ്പെയർ പാർട്സുകൾ ഡിസൈറബിൾ കാറ്റഗറിയിലും പെടുത്തിയിരിക്കുന്നു. ഈ രൂപത്തിലുള്ള ഒരു സെലക്റ്റീവ് സ്റ്റോക്ക് കൺട്രോൾ ടെക്നിക്കാണ് VED അനാലിസിസ്. ഓക്കെ friends, let us see again with another some techniques in another classes.